പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹഭാജനങ്ങളെ ഒരിക്കൽ കൂടെ സനാതന സുവിശേഷത്തിലേക്ക്, സത്യസുവിശേഷത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് സ്വർഗം നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന വചനം, ആ സത്യം എന്താണെന്ന് മനസ്സിലാക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെയൊക്കെ നമുക്കൊന്ന് ഒരുക്കാം. ഇന്ന് നമ്മൾ പൗലോസ് ശ്ലീഹായുടെ ഫിലിപ്പിയരുടെ ലേഖനത്തിലെ 2-ാമത്തെ അധ്യായത്തിൽ ഒരു വചനത്തിൽ നമുക്ക് ആരംഭിക്കാൻ വിചാരിക്കുകയാണ്. 2-ാമത്തെ അധ്യായം 12 മുതലുള്ള വചനം, 12ന്റെ അവസാനത്തെ ഭാഗം ഇങ്ങനെ പറയാം: സ്വന്തം രക്ഷയ്ക്കു വേണ്ടി അധ്വാനിക്കുവിൻ, എന്തെന്നാൽ തൻ്റെ അഭീഷ്ടമനുസരിച്ച് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ദൈവമാണ്. ഇവിടെ പൗലോസ് ശ്ലീഹ നമ്മളോട് വളരെ കൃത്യമായിട്ടൊരു കാര്യം പറയാണ്. ഇന്ന് പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതം എന്ന് പറയുമ്പോൾ, ക്രൈസ്തവ ജീവിതം, നമ്മളൊക്കെ ഒത്തിരി അധ്വാനിക്കുന്നവരാണ്. എന്തിനാണ് ഈ അധ്വാനിക്കേണ്ടതെന്നുള്ളതാണ്. നിങ്ങൾ എന്തു ഭക്ഷിക്കും, എന്തു പാനം ചെയ്യും, എന്ത് ധരിക്കും, എങ്ങനെ ജീവിക്കും എന്നതിനെക്കുറിച്ച് ആകുലപ്പെടുകയും ഈ കാര്യങ്ങൾ ക്രമപ്പെടാൻ വേണ്ടി നിങ്ങൾ അധ്വാനിക്കേണ്ട. ഇവിടെയാണ് ക്രൈസ്തവ വിശ്വാസം മറ്റെല്ലാ ജാതികളിൽ നിന്നും, എല്ലാ വിശ്വാസത്തിലും നമ്മൾ വ്യത്യസ്തരാകുന്ന ഇവിടെയാണ്. കാരണം നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനറിയും. പിന്നെ ആരാണത് അന്വേഷിക്കുന്നത്? വിജാതീയരാണ് അന്വേഷിക്കുന്നത്. ദൈവത്തെ അറിയാത്തവരാണ് ആ കാര്യം ചെയ്യുന്നത്. അപ്പൊ ദൈവത്തെ അറിയുന്ന നമ്മളുടെ അധ്വാനത്തെക്കുറിച്ച് വചനം കൃത്യമായിട്ട് പറയും. ഈശോ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടു. യോഹന്നാൻ 6:27 പറയുന്നുണ്ട്: നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നിത്യജീവന്റെ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കണം. അപ്പൊ ചിലപ്പോഴെങ്കിലും നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമാണ് ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുമ്മാ വെറുതെ ഇരുന്ന് കുറെ കാര്യങ്ങൾ പ്രാർത്ഥിച്ച് നേടുന്നൊരു പരിപാടിയാണ്. അല്ല, നമുക്ക് ഒത്തിരി അധ്വാനിക്കേണ്ടതുണ്ട്. അധ്വാനത്തെക്കാൾ ഉപരി ഇറ്റ് ഈസ് എ വാർ, അതൊരു യുദ്ധമാണ്. മത്തായി സുവിശേഷം പറയുന്നുണ്ടല്ലേ, ദൈവരാജ്യം ബലപ്രയോഗത്തിന് അടിപ്പെട്ടിരിക്കുക, ബലവാന്മാർ അത് കീഴടക്കും. അപ്പം നമ്മൾ വെറുതെ ഇങ്ങനെ ചുമ്മാ ഇരുന്ന് എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ടൊന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മളവിടെ എത്തുന്നില്ല. അപ്പം ഇവിടെയാണ് നമ്മൾ ഒരു അധ്വാനത്തെക്കുറിച്ച് പറയുകയാണ്. ഇന്ന് പലപ്പോഴും നമ്മൾ ഈ ഭക്ഷണം കിട്ടാൻ വേണ്ടി, ജീവിതം നടക്കാൻ വേണ്ടിയിട്ടുള്ള അതല്ല നമ്മൾ അധ്വാനിക്കും. ആ അധ്വാനം നമുക്ക് പറഞ്ഞിട്ടില്ല എന്ന് വെച്ച് എപ്പോഴും പറയുന്നത് പോലെ പണിയെടുക്കണ്ട എന്നുള്ളതല്ല. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദൗത്യങ്ങളും, എല്ലാ ഉത്തരവാദിത്തങ്ങളും അത് ദൈവഹിതപ്രകാരമായിരിക്കും. അല്ലാതെ നമ്മൾക്ക് ഇവിടെ കുറെ ജീവിക്കാൻ വേണ്ടി, കുറെ സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി, കുറെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി നമ്മൾ അധ്വാനിക്കേണ്ട കാര്യമില്ല. നമ്മുടെ അധ്വാനങ്ങളൊക്കെ ദൈവം ആഗ്രഹിക്കുന്ന കാര്യമായതുകൊണ്ട് നമ്മൾ ചെയ്യും. ദൈവം ഹിതപ്രകാരം, അത് എന്നിൽ നിന്നും ഈ പ്രവൃത്തി ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു, ആയതിനാൽ ഞാൻ ആ പ്രവൃത്തി ചെയ്യുന്നു. അല്ലാതെ ജീവിക്കാൻ വേണ്ടിയിട്ട്, ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടി നീ അധ്വാനിക്കേണ്ട കാര്യമില്ല. അത് നിനക്ക് വേണ്ട ദൈവം പ്രൊവൈഡ് ചെയ്തിരിക്കും. എപ്പോഴാണ്? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ദൈവത്തിൽ നിന്ന് ഇന്ന് നമ്മൾ ഈ പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അനുദിന കാര്യങ്ങളൊന്നും നടക്കുന്നില്ലെന്നുള്ളതാണ് തമാശ. കാരണം ദൈവത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ലഭിക്കണമെന്നുണ്ടെങ്കിൽ ദർ ഈസ് എ കറൻസി. നമുക്ക് ഈ ലോകത്ത് എന്തെങ്കിലും ലഭിക്കണമെങ്കിൽ നമുക്കൊരു കറൻസി ആവശ്യമാണ്. ഇതുപോലെ സ്വർഗത്തിൽ നമുക്ക് എന്തെങ്കിലും ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഒരു കറൻസിയാണ് വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം. ഈ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ സോ കോൾഡ് എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ നടക്കുന്നത്. നമ്മളിപ്പോൾ മനസ്സിലാക്കാണ് അതൊന്നും വിശ്വാസത്തിന്റെ അടയാളങ്ങളല്ല. അപ്പോൾ ദൈവതമ്പുരാൻ പറയണം, മത്തായി സുവിശേഷം 6:33 പറയുന്നത്: നിങ്ങൾ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യുന്നു, നിങ്ങളുടെ ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന് വസ്ത്രത്തെക്കുറിച്ചോ നിങ്ങൾ ആകുലപ്പെടണ്ട. നിങ്ങൾ ആകാശത്തെ പറവകളെ നോക്കുക, വയലിലെ ലില്ലികളെ നോക്കുക, അവ വയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അവയ്ക്ക് വേണ്ടതെല്ലാം ദൈവം പ്രൊവൈഡ് ചെയ്യണം. ഇതുപോലെ നമുക്ക് വേണ്ടത് നമ്മുടെ പിതാവായ ദൈവം പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക. അപ്പൊ നമ്മൾ ഒരു അധ്വാനമുണ്ട്. നമ്മുടെ അധ്വാനം ഈ ദൈവത്തിന്റെ ഹിതം നിറവേറ്റുവാനുള്ളൊരു അധ്വാനമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മളെ ഈ പറഞ്ഞ പോലെ അധ്വാനിക്കേണ്ടത് എന്ന് വിശുദ്ധ അൽഫോൻസ് ലിഗോറി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറയാണ്: നമ്മുടെ കടമകളുടെയും അനുദിന ജീവിത കൃത്യങ്ങളുടെയും
ജീവിത അന്തസ്സിൻ്റെ ഉത്തരവാദിത്തങ്ങളുടെ നിർവഹണം ദൈവഹിതം നിറവേറ്റൽ എന്ന ഏക വസ്തുതയിൽ ഉറപ്പിക്കപ്പെട്ടു. നമ്മുടെ അഭിരുചികൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ സുഖങ്ങൾ അനുസരിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് അവിടെ ദൈവം അതിൻ്റെ പ്രതിഫലം തരാനോ അല്ലെങ്കിൽ അനുഗ്രഹം തരുമെന്ന് പ്രതീക്ഷിക്കരുത്. ദൈവം അവിടെ തരത്തില്ല. നമ്മൾ വളരെ 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 കാരണം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വലിയ അപാകതകൾ സംഭവിച്ചു പോയി. ഇത് നമ്മൾ തിരിച്ചു വന്നേ പറ്റൂ. നമ്മളിന്ന് പല കാര്യങ്ങളും ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് ആത്മീയ കാര്യങ്ങൾ പോലും നമ്മളെ ഇഷ്ടമനുസരിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യണം. ഉപവാസം, പ്രാർത്ഥന, നോമ്പ്. ഇപ്പോൾ നമ്മൾ അടുത്ത നോമ്പിലേക്ക് വരാൻ പോവാണ്. ഉടനെ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ കുറേ കാര്യങ്ങൾ, നമ്മൾ ചില കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? അത് ദൈവം എന്നിൽ നിന്ന് വർഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് ഞാനത് വർഷിക്കുകയാണ്. അല്ലാതെ എൻ്റെ സ്വാർത്ഥപരമായ കുറേ കാര്യങ്ങൾ, അഭിലാഷങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഞാൻ കുറേ കാര്യങ്ങൾ വർജിച്ച് അതിനെ നോമ്പെന്ന് വിളിച്ച് ഞാൻ ദൈവത്തിൽ നിന്നെങ്കിലും മേടിച്ചെടുക്കുന്ന പരിപാടിക്ക് ആത്മീയത എന്ന് പറയില്ല. അതുകൊണ്ടാണ് നമ്മുടെ ആത്മീയതയ്ക്ക് ഇന്ന് വളരെ നിശിതമായി വിമർശിക്കപ്പെടുകയാണ്. നിരീശ്വരവാദികളും മറ്റ് മതത്തിലുള്ളവരൊക്കെ നമ്മളെ വിമർശിക്കുന്നത്. നമ്മൾ ഈ ലോകത്തിൻ്റെ വെളിച്ചമാകാൻ വിളിക്കപ്പെട്ടവൻ കരിന്തിരി കത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതം ശോകപൂർണ്ണമാണ്. കാരണം നീ ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ നിന്റെ പ്രവൃത്തികളൊന്നും വിശ്വാസത്തിന് അടയാളമല്ല. നീ ലോകത്തിലെ സാധാരണ മനുഷ്യരെല്ലാം വിശ്വാസം എന്ന് കാണിക്കുന്ന പ്രവൃത്തികളെ നമ്മൾ കാണിച്ചിട്ടില്ല. നമ്മുടെ വിശ്വാസം ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരുടെ വിശ്വാസം ഘടക വിപരീതമാണ്. ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഈ ലോകത്തിലെ എല്ലാ പ്രിൻസിപ്പിളും ഘടക വിപരീതമാണ്. അതിലേറ്റവും വലിയ തെളിവാണ് യേശു ക്രിസ്തുവിന്റെ കുരിശിലെ മരണം. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, യേശു കുരിശിൽ ഒരു 3 ആണിമേൽ വലിയ നഗ്നനായ, പരിപൂർണ്ണ നഗ്നനായ, ഏറ്റവും ബലഹീന, വീക്കസ്റ്റ് ഫോം ഓഫ് ഗോഡ് എന്നാ പറയാം. ദൈവത്തിന്റെ ഏറ്റവും വീക്കസ്റ്റ് ഫോമാണ് കുരിശിൽ 3 ആണിമേൽ നഗ്നനായി കിടക്കുന്ന മരിക്കുക എന്നുള്ളത്. ഇത് ദൈവഹിതമാണ്. അവിടെ വെച്ച് അവർ പറയാം, നീ മിശിഹാണെങ്കിൽ ഇറങ്ങി വാ, ഞങ്ങൾ വിശ്വസിക്കാം. പക്ഷേ ഈ ആയിരിക്കുക, അതായത് ഞാൻ കുരിശിൽ ബലിയായി തീരുക, അത് ദൈവത്തിന്റെ അനുസരണമാണ്. ഈ അനുസരണം വഴിയാണ് അവിടെ കിടന്ന് യേശുവിനാണെങ്കിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കാമായിരുന്നു. ഈ അത്ഭുതം പ്രവർത്തിച്ചാൽ കുറച്ച് പേരൊക്കെ യേശുവിനെ വിശ്വസിക്കുമായിരുന്നു, അത്രേ ഉള്ളൂ. അതോടെ യേശുവിന്റെ കഥ കഴിഞ്ഞു. അതേസമയം ആ കുരിശിൽ ദൈവത്തിന്റെ ഹിതപ്രകാരം ലോകത്തിന് മുമ്പിൽ ഏറ്റവും പരിഹാസ്യനായി, അവഹേളിതനായി, ദുർബലനായി, ദൈവം എന്ന് പറയുമ്പോഴും യാതൊരു ദൈവികമായ ശക്തിയും കാണിക്കാതെ ഏറ്റവും ദാരിദ്ര്യമായ, ഏറ്റവും ബലഹീനമായ ഒരു അവസ്ഥയിൽ മരിച്ചത് കൊണ്ടാണ് അവൻ ഉദ്ധാനം ചെയ്ത ഒരു വാക്യമുണ്ട്. ഇതാ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും എല്ലാ അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും അത് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ എൻ്റെ നാമത്തിൽ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും. പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെ മേൽ നിങ്ങൾക്ക് ചവിട്ടി നിറയ്ക്കാൻ അധികാരം തരും. ഈ അതോറിറ്റി ഇത് എവിടുന്നാ കിട്ടണത് മക്കളെ? ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് കാര്യങ്ങൾ ചെയ്താൽ കിട്ടില്ല. ഇന്ന് അനേകർ ആത്മീയ ജീവിതത്തിൽ നമുക്ക് എന്ത് ശക്തിയുണ്ട്, നമ്മൾ എന്ത് പരിശുദ്ധാത്മ അഭിഷേകമുണ്ട്, നമ്മളിങ്ങനെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ ഈ വിധേയത്വത്തിലേക്ക് നമ്മൾ വരണം, ഈ അനുസരണത്തിലേക്ക് നമ്മൾ വരണം. ഈ ദൈവഹിതം എപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ അന്വേഷിക്കേണ്ടത് എന്താണ്? എന്നെക്കുറിച്ചുള്ള ദൈവഹിതം. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു, ഈശോ കുരിശിൽ കിടന്ന് മരിക്കുമ്പോൾ ഈശോ ഗത്സമനേ തോട്ടത്തിൽ പ്രാർത്ഥിക്കണം, പിതാവേ അങ്ങയുടെ ഹിതമാണെങ്കിൽ, അങ്ങേക്ക് ഇഷ്ടമാണെങ്കിൽ ഇതെന്നെ നിന്ന് മാറ്റിത്തരണം, അങ്ങയുടെ ഹിതമല്ലെങ്കിൽ ഞാനത് സ്വീകരിക്കാൻ തയ്യാറാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രാർത്ഥന. അപ്പൊ ആ ഹിതപ്രകാരം അവൻ എന്നേക്കുമായി ബലിയായി തീരുകയാണ്. ദൈവത്തിന്റെ ഹിതം നിറവേറ്റുന്നതിൽ ബലിയായി തീരുക എന്നുള്ളതാണ് ദൈവഹിതം. അതായത് കുരിശിൽ കിടന്ന് അത്ഭുതം കാണിക്കുക, കുരിശിൽ കിടന്ന് വീരകാര്യം കാണിച്ചാൽ അനേകരെ ആകർഷിക്കുക എന്നുള്ളതല്ല. അപ്പൊ അങ്ങനത്തെ ഒരു അനുസരണവും ഒരു വിധേയത്വം വഴിയാണ് he attained the power. ഇന്ന് നമ്മുടെ ക്രൈസ്തവത്തിൽ എന്തില്ല? പവറില്ല. ഇന്ന് ഇത്രമാത്രം സുവിശേഷ പ്രഘോഷണം നടന്നിട്ടും നമ്മൾക്ക് ദൈവം കുറെ നേരിട്ട് കുറെ മനുഷ്യരെ മാനസാന്തരപ്പെടുത്തുന്നതല്ലാതെ നമുക്ക് ഈ ലോകത്തിന്റെ തിന്മയുടെ മേലെ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ഈ ലോകത്തിന്റെ പ്രപഞ്ച ശക്തികളുടെ മേലെ നമുക്ക് അധികാരം കിട്ടുന്നില്ല. കാരണം വെച്ചാൽ നമ്മളെല്ലാം നമ്മുടെ ഇഷ്ടപ്രകാരമാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും ദൈവത്തിന്റെ ഇഷ്ടമെന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിന് ഘടക വിപരീതമാണ്. ഇതാണ് ബലി, ഇതാണ് ബലിയാവുക. എന്നെ അനുഗമിക്കുന്നവൻ തന്നെ പരിത്യജിക്കണം. നമ്മുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും അഭിരുചികളും നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാണ്. അത് എത്ര ശ്രേഷ്ഠമായ ആത്മീയപരമായ കാര്യമാണെങ്കിലും അത് ദൈവം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, ഇവിടെയാണ് പ്രിയമുള്ളവരെ ഇന്ന് നമുക്ക് അനുസരണം.
ഈ അനുസരണം എന്ന വലിയ പുണ്യത്തിൽ നമ്മൾ വളരാതെ നമുക്ക് ഈ ദൈവിക ശക്തിയിൽ വളരാൻ പറ്റില്ല. നമുക്ക് കുറച്ച് ചെപ്പടി വിദ്യകളൊക്കെ കാണിച്ച് കുറച്ച് ചെറിയ പരിപാടിയൊക്കെ കാണിച്ച് ഇങ്ങനെ നടത്താം. അത് കുറെ നമ്പൂരിമാരും കുറെ മന്ത്രവാദികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി തന്നെയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണിക്കുന്ന ഈ ഭൂതോച്ചാടനം ആ ചാടനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണിക്കുന്നത് എന്താണ്? എല്ലാ മതത്തിലുള്ളവരിലെയും ഈ പറഞ്ഞ മന്ത്രവാദങ്ങളും കാര്യങ്ങളും കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതല്ല, നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. മോശ ആദ്യം ചെന്നിട്ട് വടി സർപ്പമാക്കുന്നുണ്ട്, ഫറവോയുടെ കൊട്ടാരത്തിൽ ചെന്നിട്ട്. ഈ സർപ്പമായി കഴിഞ്ഞത് അവിടുത്തെ മന്ത്രവാദികളും അവിടെ സർപ്പത്തെ ഉണ്ടാക്കിയാണ്. അപ്പൊ ഇങ്ങനത്തെ പരിപാടി ചെയ്യുന്നത്. എന്നാൽ ചെങ്കടലിൽ വിഭജിക്കപ്പെടുക, 35 ലക്ഷത്തോളം വരുന്ന ജനത്തിനെ മരുഭൂമിയിൽ നയിക്കുക, അത് ഈ ലോകത്തിലെ മന്ത്രവാദികൾക്കും ആചാര്യന്മാർക്കും ചെയ്യാൻ സാധിക്കുന്ന കാര്യമുണ്ട്. അത് ദൈവത്തോടുള്ള അഭേദ്യമായ അനുസരണം വിധേയത്വത്തിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. സോ ദ പവർ വിൽ ബി റിലീസ്ഡ് അപ്പോൺ us. ഈ പവർ നമ്മളിൽ വരണം. ഈ അവസാന കാലഘട്ടങ്ങളിൽ നമ്മൾ ഈ ആധിപത്യമുള്ളവരായിട്ട് വരണം. അപ്പൊ ഇതിനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ അധ്വാനങ്ങളും പ്രയത്നങ്ങളും പ്രാർത്ഥനകളിലൊക്കെ ഒരു വലിയ മാറ്റങ്ങൾ വരുത്തുന്ന സമയമായി. ഇനിയും ക്രിസ്മസിന് വരുമ്പോൾ നമ്മൾ ഒരുങ്ങുകയാണ്. നോമ്പെടുത്തിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നടക്കാന്നുള്ളതല്ല. എൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ തമ്പുരാൻ കർത്താവ് പറയും, ഇത് നിനക്ക് നല്ലതല്ല, നിന്റെ ആത്മീയ ജീവിതത്തിന് നിത്യജീവൻ പ്രാപിക്കാൻ ഈ കാര്യങ്ങൾ നിനക്ക് ചേർന്നതല്ല എന്ന് മനസ്സിലാക്കാൻ ഞാനത് വർജിക്കുകയാണ്. അത് 10 ദിവസത്തേക്ക് 25 ദിവസത്തേക്ക് വർജിക്കുന്നതല്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ മാറ്റിവെക്കാൻ തീരുമാനിക്കുകയാണ്. അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. 25 ദിവസം ഞാനത് വർജിച്ച് നോക്കുകയാണ്. ഇറ്റ് ഈസ് വെരി ടഫ്, യെസ് ഐ വിൽ കണ്ടിന്യൂ ഇറ്റ്. അപ്പൊ ഇങ്ങനെ ദൈവം എന്നിൽ നിന്നും ഇന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നതാണ് നമ്മൾ ഉപേക്ഷിക്കേണ്ടത്. അല്ലാതെ എനിക്ക് സൗകര്യമുള്ള കുറച്ച് കാര്യങ്ങൾ 25 ദിവസം ഉപേക്ഷിക്കുന്നതിന് നമ്മൾ നോമ്പെന്ന് പറയത്തില്ല. അതല്ല നോയമ്പ്. നമ്മൾ ഇന്ന് വർജിക്കേണ്ട തിന്മകൾ, പാപങ്ങൾ, അത് വർജിക്കേണ്ട ദൈവഹിതമാണ്. പാപ സ്വഭാവങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും നിയന്ത്രിക്കുന്നതും പാപജീവിതം വർജിക്കുന്നതും ദൈവഹിതം നിറവേറ്റില്ലെന്ന കാര്യത്തിൽ നയിക്കപ്പെടും. അപ്പം നമ്മളിലുള്ള കുറേ സ്വഭാവ വൈരുദ്ധ്യങ്ങളുണ്ട്, അത് ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാവണം. അതൊന്നും നമ്മൾ താല്പര്യം. ഇതൊക്കെ എൻ്റെ സ്വഭാവം ഇങ്ങനെയാണെന്ന് പറയുന്നത്. അങ്ങനെ ദൈവം വർജിക്കാൻ ആഗ്രഹിക്കുന്നത് ഉപേക്ഷിക്കുക. പ്രത്യേകിച്ച് വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പാപകരമായ കാര്യങ്ങൾ, സ്വഭാവങ്ങൾ, മനോഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ നമ്മൾ ഉപേക്ഷിച്ചേ പറ്റൂ. 2, ധനത്തിനോടുള്ള ആസക്തി നമ്മുടെ വലിയൊരു പ്രശ്നമാണ്. ആരാണ് ഈ ധനാസക്തിയിൽ മോചിതനായിട്ടുള്ളത്? എല്ലാവരും, എല്ലാ ക്രിസ്ത്യാനി ഇതിന് അടിമക്കളൊക്കെ കിടക്കുന്നതാണ്. ഇതില്ലാതെ നമുക്ക് ജീവിക്കാനേ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെ നമ്മൾ ഇതിന് അടിമത്തത്തിൽ കിടക്കുകയാണ്. ഈ സാധനങ്ങളൊക്കെ നമ്മൾ വെറുതെ കുറച്ച് എന്തെങ്കിലും പാവപ്പെട്ടൊരു ക്രിസ്മസ് നോയമ്പ് കാലഘട്ടത്തിൽ എന്തെങ്കിലും കുറച്ച് നക്കാപ്പിച്ച സാധനം കൊടുത്ത് എന്തോ ദാനധർമ്മം എന്ന് പറയും. എന്തോന്ന് ദാനധർമ്മം? നിന്റെ സഹോദരന് ആവശ്യമായിട്ടുള്ളത് എന്താണ്, അത് നിന്റെ കയ്യിലുണ്ടെങ്കിൽ അവൻ ആവശ്യമായിട്ടുള്ളത് ദൈവത്തോട് ചോദിക്കും. കർത്താവ്, ഇങ്ങനെ ഒരു വലിയ ആവശ്യം മുമ്പിലുണ്ട്, എൻ്റെ കയ്യിൽ നീ ഏൽപ്പിച്ചിരിക്കുന്ന പണം, ഈ സമ്പത്ത് എന്തിനുള്ളതാണ്? ഇവന്റെ ആവശ്യം നിറവേറ്റാനാണ് എന്നെ നീ നിയോഗിച്ചിരിക്കുന്നതിൽ അത് എത്രയാണെങ്കിലും കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം നമുക്ക് സൗകര്യമുള്ള കുറച്ച് നക്കാപ്പിച്ച് കൊടുത്ത് ഞാൻ നോയമ്പ് കാലത്തിൽ എന്തോ ദാനധർമ്മം ചെയ്ത് നടക്കരുത്. പല മതങ്ങളിലും അങ്ങനെ 2% എന്തെങ്കിലും കൊടുത്താൽ മതി. ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ 2%, 10% ഒന്നുമില്ല. നിന്റെ സഹോദരന്റെ ആവശ്യം എന്താണ്? നിന്റെ കയ്യിൽ സമ്പത്തുണ്ടായിരിക്കെ, നിന്റെ കയ്യിൽ സമ്പത്തുണ്ടായിരിക്കെ, നിന്റെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ടായിരിക്കെ, നിന്റെ വീട്ടിൽ സ്വർണം ഉണ്ടായിരിക്കെ, നിന്റെ സഹോദരൻ ഒരാവശ്യത്തിൽ കിടക്കുന്നവനെ കണ്ടിട്ട് നീ എന്തെങ്കിലും നക്കാപ്പിച്ച് കൊടുത്തിട്ട് അതൊരു പുണ്യമാണെന്ന് പറയരുത്. ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന അത്രയും തലത്തിൽ നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോഴാണ് നമ്മുടെ ദാനധർമ്മമൊക്കെ പുണ്യമാകുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മൾ സുവിശേഷം, യോഹന്നാൻ സുവിശേഷത്തിൽ ഒരു വിധവയുടെ കാണിക്കയെക്കുറിച്ച് കാണുന്നുണ്ട്. ആരാണ് ഈ വിധവ? Widow. Who's a widow? Widow is a person who relies and trusts in God. ദൈവത്തിൽ ആശ്രയിക്കുന്നതിന്റെ പേരാണ് വിധവ. അതാണ് വിഡോ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോ ആ ഭണ്ഡാരത്തിൽ കുറെ പേര് പണം നിക്ഷേപിച്ചു, വലിയ സംഭാവന കൊടുത്തായിട്ട് ഈശോ തന്നെ പറയുന്നുണ്ട്. അവരുടെ നിക്ഷേപത്തെ കുറിച്ച് ഈശോ പറയാണ്, അവർ സംഭാവന ചെയ്തു. എന്നാൽ ഈ വിധവയാകട്ടെ അവൾക്കുള്ളത് നിക്ഷേപിച്ചു. നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം വേണം. സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടാനുള്ള സമയമാണിത്. നമുക്ക് സമ്പത്ത് ദൈവം തന്നിരിക്കുന്നതിൻ്റെ ഏക ലക്ഷ്യം നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടാനുള്ളതാണ്. അല്ലാതെ നമ്മളിവിടെ എന്തെങ്കിലും കാണിച്ച് സംഭാവന ചെയ്യല്ല. നമ്മളൊക്കെ കൊടുക്കുന്നുണ്ട്, ദശാംശമൊക്കെ സംഭാവനയിൽ പെടുന്നതാണ്.
ദശാംശമൊന്നും സ്വർഗത്തിൻ്റെ അക്കൗണ്ടിൽ കയറുന്നില്ല. അതുകൊണ്ട് ആ വിധവ തനക്കുള്ള 2 ചെമ്പ് നാണയം, വചനം അങ്ങനെ, അവൾക്കുള്ള 2 ചെമ്പ് നാണയം അവളുടെ നാളത്തെ ഭക്ഷണത്തിനുള്ള വേതനമാണ്. ഷീ ടോട്ടലി കംപ്ലീറ്റ്ലി റിലൈസ് ഓൺ ഗാഡ്. ദൈവസന്നിധിയിൽ വരുമ്പം വെറും കയ്യോടെ വരരുത്. വിശുദ്ധ ഗ്രന്ഥം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം നമുക്ക് സൗകര്യമുള്ള എന്തെങ്കിലും കൊടുത്തിട്ടല്ല നമ്മൾ ദൈവത്തിന് എന്തെങ്കിലും കൊടുക്കുക. ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നു. ഇങ്ങനെ നിക്ഷേപങ്ങൾ കൂട്ടാൻ പഠിക്കണം. നിനക്ക് പ്രിയ സഹോദരങ്ങളെ, നീ ഏത് മതത്തിലായാലും, നീ ഏത് സഭയിലായാലും, നമ്മളൊക്കെ ഇതിൻ്റെയൊക്കെ അടിമത്തത്തിലാണ്. വി ഡോണ്ട് ഹാവ് ദ ഫ്രീഡം. ഇത് ദൈവം ആഗ്രഹിക്കുന്ന പോലെ കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടും. ഈ സ്വാതന്ത്ര്യത്തിൻ്റെ പേരാണ് യേശു ക്രിസ്തുവിലുള്ള രക്ഷ. അല്ലാതെ നമ്മളേതെങ്കിലും വെള്ളത്തിൽ പൊങ്ങിയിട്ട് എന്തെങ്കിലും കാട്ടി ഞാൻ രക്ഷപ്പെട്ടെന്ന് പറയുന്നില്ല. യു ആർ സ്റ്റിൽ എ സ്ലേവ് ഓഫ് ദീസ് മണി ആൻഡ് ദ വേൾഡ്ലി തിങ്സ്. ഇതൊന്നും നമുക്ക് സ്വതന്ത്രമായി നൽകുവാനോ ഇതൊന്നും നഷ്ടപ്പെടുത്തുവാനോ ഉള്ള ഫ്രീഡം ഇല്ല. യു ആർ ആങ്ഷ്യസ്, യു ആർ വറീഡ് about how will you live. ഇതൊക്കെ ആഗ്രഹിച്ച് കിടക്കുന്നത് നീ ക്രിസ്ത്യാനിയെന്ന് പറയുന്ന നാണക്കേടാണ്. അല്ല, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഒരു സംഭവം വായിക്കുന്നുണ്ട്. ഏലിയ പ്രവാചന കാലഘട്ടത്തിൽ ഒരു വിധവ, അവളും കൊടുക്കുകയാണ്. 2 അപ്പത്തിലുള്ള മാവാണ് അവരുടെ കരത്തിലുള്ളത്. അത് കഴിച്ചു കഴിഞ്ഞാൽ നാളെ തൊട്ട് പട്ടിണിയും ദാരിദ്ര്യമാണ്, കാരണം വരൾച്ചയാണ്. ആ വിധവ ഏലിയ പറയാണ്, എനിക്ക് അതിൽ നിന്ന് നിനക്ക് 2 അപ്പത്തിലുള്ള മാവില്ല, അതിലൊരപ്പം എനിക്ക് ആദ്യം ഉണ്ടാക്കിത്ത. ആ സ്ത്രീ അവളുടെ ഇല്ലായ്മയിൽ നിന്ന് അവൾ കൊടുക്കുകയാണ്. ഇതൊക്കെ എന്തിനാണ് മക്കളെ വേദപുസ്തകത്തിൽ ഇതൊക്കെ എഴുതി വെച്ചത്? വേദപുസ്തകം അന്ന് റോമിലും പണ്ട് കാലത്തൊക്കെ എന്തോരം മനുഷ്യർ എന്തൊക്കെ കാര്യങ്ങൾ ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ പേര് ചെയ്തിട്ട് അതുമല്ല ഇതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ടാ. നിന്റെ സംഭാവനകൾ, നീ കൊടുത്ത കാര്യങ്ങൾ നീ പുസ്തകത്തിൽ എഴുതപ്പെടുന്നില്ലെങ്കിൽ, അതായത് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടണം. ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടണമെങ്കിൽ ഇന്ന് കാണിക്കുന്ന സംഭാവനകൾ കൊണ്ടൊന്നും നമ്മുടെ പേരൊന്നും ജീവിതത്തിൽ എടുപ്പെടുത്തില്ല. പ്രിയമുള്ളവരെ, നമ്മൾ കൊടുക്കണം. കൊടുക്കുമ്പോൾ വേദനിക്കണം, നഷ്ടങ്ങൾ സഹിക്കണം, വേദന ഉണ്ടാവണം, വേദനിക്കുന്ന രീതിയിൽ കൊടുക്കണം. അപ്പോഴാണ് ആ കൊടുക്കലിനെ സ്വർഗം സ്വീകരിക്കും. എന്തുകൊണ്ടാണ് ലോകത്തിൽ അനേകം മനുഷ്യർ കുരിശിൽ മരിച്ചിട്ടുണ്ട്? എന്തുകൊണ്ട്? യേശു ക്രിസ്തുവിൻ്റെ കുരിശിലെ ബലി മാത്രം ഇത്രമാത്രം ദൈവത്തെ പ്രസാദിപ്പിച്ചെന്താ? അവനുള്ളത് മുഴുവൻ കൊടുക്കുകയാണ്. ഉള്ളത് മുഴുവൻ ദൈവത്തിന് കൊടുക്കണം. ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹം. അല്ലാതെ നമുക്കുള്ള എന്തെങ്കിലും സാധനങ്ങൾ കൊടുക്കുകയല്ല. അതിൻ്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അൽഫോൻസ് ലിഗോരി ഇങ്ങനെ പറയുന്നുണ്ട്, ഭക്ഷണവും സമ്പത്തും ദൈവത്തിന് സമർപ്പിക്കുന്നവൻ തനിക്കുള്ളത് സമർപ്പിക്കുന്നു, എന്നാൽ സ്വന്തം ഇച്ഛകളെ സമർപ്പിക്കുന്നവൻ തന്നെ തന്നെ ദൈവത്തിന് കൊടുക്കും. നോക്കണേ, നമ്മൾക്ക് എന്തൊക്കെയോ ദൈവത്തിന് കൊടുക്കുക, തനക്കുള്ളത് കൊടുക്കുക. നമുക്കുള്ളതല്ല കൊടുക്കേണ്ടത്, നമ്മളെ തന്നെയാണ് കൊടുക്കേണ്ടത്. ഈ നമ്മളെ തന്നെ കൊടുക്കാതെയുള്ള എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൊടുക്കുക, ഈ 10-12% എന്നൊക്കെ പറഞ്ഞ് കാട്ടുന്നതൊക്കെ വെറും തട്ടിപ്പാണ്. ഇതുകൊണ്ട് നമ്മൾ എവിടെ എത്തുന്നില്ല. അപ്പം അതുകൊണ്ട് എന്നിട്ട് അദ്ദേഹം പറയാണ്, ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കുക എന്നാൽ ദൈവഹിതത്തോട് നമ്മുടെ ഇച്ഛയെ ചേർത്ത് വയ്ക്കുക എന്നർത്ഥം. അപ്പൊ ഇതുപോലെ നമ്മുടെ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, നമ്മുടെ സമ്പത്ത് കൊണ്ട്, നമ്മളെല്ലാം വീട്ടിലും സമ്പത്തുണ്ട്, ഈ സമ്പത്ത് കൊണ്ട് നമ്മളെല്ലാം വലിയ വലിയ പദ്ധതികൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പല കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ പദ്ധതികളൊന്നും മുടക്കുവാനോ ആ പദ്ധതികളൊന്നും വീഴ്ച വരുത്തത്തക്ക രീതിയിലോ നമ്മളാരും ഒരു ചുക്കും കൊടുക്കുന്നില്ല. നമ്മളാരും ഒന്നും നഷ്ടപ്പെടുത്തുന്നില്ല. നമ്മൾ കൊടുക്കുന്നതൊക്കെ നമ്മുടെ പദ്ധതികളും നമ്മുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളെല്ലാം അവിടെ തന്നെ വെച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ പേരും പറഞ്ഞ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ്. ചിലപ്പോൾ മറ്റുള്ള കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ നീ കൊടുക്കുന്നുണ്ടാവും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക സഹോദരാ, നിന്റെ സമ്പത്ത് സ്വർഗത്തിലെത്തിയിട്ടില്ല. സ്വർഗത്തെ പ്രസാദിപ്പിക്കുന്ന രീതിയിൽ കൊടുക്കണം. അതിനെന്ത് വേണം? നിനക്ക് സൗകര്യമുള്ള കൊടുത്താൽ പോരാ. ദൈവം നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾ സക്കേവൂസിന്റെ ഒക്കെ ഭവനത്തിൽ നമ്മൾ കാണുന്നത്, സക്കേവൂസ് ആദ്യം ഒരു കാര്യം പറഞ്ഞു, ഓക്കെ, എനിക്കുള്ള സമ്പത്തിന് മാനസാന്തരപ്പെട്ട് പറയാം, എനിക്കുള്ള സമ്പത്തിന് പകുതി ദരിദ്രർക്ക് പങ്കുവെക്കുന്ന പറഞ്ഞപ്പോ യേശു മൈൻഡ് പോലും ചെയ്യുന്നില്ല. Then he realized it is not enough. എന്നെന്താ ചെയ്യാ? ഞാൻ ആരെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടി തിരിച്ചിടും. യെസ്, ഈ ലുക്ഡ് അപ്പ്. യേശു എഴുന്നേറ്റ് നോക്കുകയാണ്, ഇന്ന് ഈ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു. ഈ രക്ഷപ്പെടണമെങ്കിൽ സഹോദരങ്ങളെ, വെറുതെ വെള്ളത്തിൽ പൊങ്ങി മുടങ്ങി ഈ ഞാൻ വിശ്വസിക്കുന്നു, വിശ്വാസം വഴി രക്ഷ. അല്ലേ? ഇന്നത്തെ നമ്മുടെ പെന്തക്കോസ്ത് സഹോദരന്മാരെ ഭൂലോക പൊട്ടത്തരമാണ്. വിശ്വാസം വഴിയല്ല രക്ഷ.
നിന്റെ വിശ്വാസം നിന്റെ പ്രവർത്തനത്തിൽ വരണം. ആ പ്രവൃത്തി ദൈവഹിതപ്രകാരമുള്ള പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിശ്വാസം വേണ്ടത്. അല്ലാതെ യേശുക്രിസ്തു മരിച്ചവർ വെറുതെ പോകുകയല്ല. ഈ വിശ്വാസം എന്തിലുള്ള വിശ്വാസമാണ്? ദൈവത്തിലുള്ള വിശ്വാസം. ആ ദൈവമാണ് എൻ്റെ സമ്പത്ത്, ആ ദൈവമാണ് എൻ്റെ ഹിതം, ആ ദൈവമാണ് എൻ്റെ എല്ലാം മാറേണ്ടത്. ഇതിനാണ് നിനക്ക് വിശ്വാസം വേണ്ടത്. അല്ലാതെ യേശുക്രിസ്തു മരിച്ചത് ഞാൻ സ്വർഗത്തിൽ പോകുന്നുള്ള വിശ്വാസമല്ല. അപ്പോൾ ആ യഥാർത്ഥ വിശ്വാസം അനുസരിച്ച് എന്ത് ചെയ്യണം? എനിക്കുള്ളതെല്ലാം ഞാൻ ക്രിസ്തുവിന് സമർപ്പിക്കുന്നതിൻ്റെ പേരാണ് വിശ്വാസം എന്ന് പറയുന്നത്. ആ സമർപ്പണം എൻ്റെ പ്രവൃത്തിയിൽ ഉണ്ടാവണം, എൻ്റെ പ്രവൃത്തിയിൽ അതുണ്ടാവണം. ഇപ്പോഴാണ് നമ്മൾ പരിശുദ്ധ അമ്മേനെയൊക്കെ നമ്മൾ മാതൃകയാക്കണം എന്ന് പറയുന്നതുകൊണ്ടാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ ലോക ജീവിതത്തിൽ അവളുടെ ജനനം മുതൽ മരണം വരെ ദൈവഹിതമനുസരിച്ച് മാത്രം ജീവിച്ച ഒരു മനുഷ്യ വ്യക്തിയുടെ പേരാണ് പരിശുദ്ധ കന്യകാമറിയം. And that is why Holy Spirit was filled. She was എന്താ പറയാ, hoovered അല്ലെങ്കിൽ എന്താ പറയാ, possessed by the Holy Spirit എന്താ പറയാ, പരിശുദ്ധാത്മാവിൽ അവൾ ആവസിക്കപ്പെടുകയാണ്. അങ്ങനെ പരിശുദ്ധാത്മാവും പരിശുദ്ധ അമ്മയും ഒന്നു ചേരുകയാണ്. അവിടെയാണ് യേശു ക്രിസ്തു ജനിക്കുന്നത്. അങ്ങനെ പരിശുദ്ധ അമ്മ തന്നെ കുറിച്ച് തന്നെ പറയുന്നതാണ്. ലൂർദിൽ അവൾ വെളിപ്പെടുത്തിയൊരു വലിയ രഹസ്യമുണ്ട്. I am the immaculate. ഞാൻ അമലോത്ഭവ മാതാവ്. വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അടിക്കുന്നത്. ഞാൻ അമലോത്ഭവ മാതാവ്. എങ്ങനെയാണ് അവൾ ഇമാക്കുലേറ്റാ? പാപമില്ലാതെ ജനിച്ചവൾ. എങ്ങനെ അവൾക്ക് അങ്ങനെ പറയാൻ പറ്റുമെന്ന് ചോദിക്കാം. അതിനൊറ്റ റീസണുള്ളൂ. വിശുദ്ധ മാക്സിമിലിയൻ കോൾബേ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് മറിയ അങ്ങനെ പറയണത്? Because she was the spouse of the immaculate. ആരാണ് immaculate? It's the Holy Spirit. ഈ പരിശുദ്ധാത്മാവാണ് പാപമില്ലാത്ത വ്യക്തി. ഈ പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായി തീർന്നവളാണ് അവൾ. എങ്ങനെ പരിശുദ്ധാത്മാവാണ് മണവാട്ടിയായി തീരുന്നത്? Absolute surrender to the will of God. ദൈവഹിതത്തിന് പരിപൂർണമായി സമർപ്പിച്ചവളാണ്. അവളുടെ പേരാണ് പരിശുദ്ധ കന്യകാമറിയം. നമ്മുടെ പെന്തക്കോസ്ത സഹോദരന്മാർ പറയും, മുട്ടത്തൊണ്ടൊന്നുമല്ല മക്കളെ, അവളെ 100 അയലക്കത്ത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ തൻ്റെ ഇച്ഛ, തൻ്റെ അഭിരുചി, തൻ്റെ അഭിലാഷങ്ങൾ, താല്പര്യങ്ങളെല്ലാം ജനനം മുതൽ മരണം വരെ ദൈവഹിതത്തിന് സമർപ്പിച്ചവളുടെ പേര്. അങ്ങനെ സമർപ്പിക്കുന്നത് അവൾ വിശുദ്ധീകരിക്കണം. അവൾ കൃപ നിറഞ്ഞവളായി മാറുകയാണ്. ഈ കൃപയാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടത്. ഇന്ന് കൃപയില്ല, കുറെ വരങ്ങളുണ്ട്. നമുക്ക് കുറെ അത്ഭുതങ്ങളൊക്കെ നടന്ന് പ്രാർത്ഥിച്ച കുറെ അത്ഭുതങ്ങളൊക്കെ നടക്കും. അത് 5-6 പേരെ തലവേദന മാറുന്നത് അതല്ല. ഇന്ന് കൃപ വേണം. ഈ കൃപ നിറഞ്ഞു കഴിഞ്ഞ് നമ്മൾ കൃപ ഒഴുകണം. നമ്മുടെ സമൂഹത്തിലേക്ക് കൃപ ഒഴുകണം. ഈ നശിച്ചുകൊണ്ടേ ലോകത്തിലേക്ക് കൃപ ഒഴുകണം. അല്ലാതെ നമ്മുടെ ചുറ്റുപാട് 5-6 പേർക്ക് കൃപ ഒഴുകിയിട്ട് കാര്യമില്ല. It has to flow into this world. അത് വരണം എന്നുണ്ടെങ്കിൽ നമ്മളിൽ ഈ വിശുദ്ധിയുണ്ട്. ഈ വിശുദ്ധി ഉണ്ടാണെങ്കിൽ പരിപൂർണ സമർപ്പണത്തിലേക്ക് നമ്മൾ വരണം. അപ്പൊ ഇവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ സമ്പത്തും നമ്മുടെ സൗകര്യങ്ങളും ഇതെല്ലാം അതുപോലെ നമുക്ക് എത്തിയിട്ടില്ല. അപ്പൊ അൽഫോൻസ് ലിഗോരി പറയാണ്, പണവും സമ്പത്തും ദൈവത്തിന് സമർപ്പിക്കുന്നവൻ തനക്കുള്ളത് കൊടുക്കും, എന്നാൽ സ്വന്തം ഇച്ഛകളെ സമർപ്പിക്കുന്നവൻ തന്നെ തന്നെ ദൈവത്തിന് കൊടുക്കുന്നു. ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കുക എന്നാൽ ദൈവഹിതത്തോട് നമ്മുടെ ഇച്ഛയെ ചേർത്ത് വയ്ക്കുക എന്ന അർത്ഥം. ദൈവത്തെ സ്നേഹിക്കലാണ് നമ്മളെ വിളി. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് സൗകര്യമുള്ളതുപോലെ എന്തെങ്കിലും കുറേ ആത്മീയ കർമ്മങ്ങൾ നടത്തുന്നതിൻ്റെ പേരല്ല ദൈവത്തെ സ്നേഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, എൻ്റെ ഇച്ഛയെ പരിപൂർണ്ണ നിറം. അപ്പം അതിനു മുമ്പ് 2 കാര്യം നടക്കണം. നമുക്കുള്ള സമ്പത്ത്, നമുക്ക് ദൈവം കാര്യങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന പോലെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമ്മൾ ആദ്യം തയ്യാറാവണം. ഇതുപോലും തയ്യാറാകാത്ത നമ്മൾ പിന്നെ എങ്ങനെ നമ്മുടെ ഇച്ഛയെ സമർപ്പിക്കുന്നു? അപ്പം ഈ ഇച്ഛ സമർപ്പിക്കാതെ നമുക്ക് എങ്ങനെ ദൈവത്തോട് ഒന്നു ചേരാനായിട്ട് സാധിക്കുന്നു? ഇതിനൊന്നും നമുക്കെന്തില്ല? വിശ്വാസമില്ല. ഇതിനാണ് വിശ്വാസം വേണ്ടത്. നിനക്കുള്ളത് മുഴുവൻ കൊടുക്കണം. എന്തിനാ കൊടുക്കണത്? മൈ ഗോഡ് വിൽ പ്രൊവൈഡ്. അബ്രാഹാം, നമ്മുടെ പൂർവ്വപിതാവ്, വിശ്വാസത്തിന്റെ പിതാവ്, നമ്മൾ കാര്യം കാണിച്ചു തരുന്നുണ്ട്. മകനുമായിട്ട് മോറിയ മലയിൽ എത്തി നിൽക്കുമ്പോൾ മകൻ ചോദിക്കുക, അപ്പാ വിറകുണ്ട്, തീയുണ്ട്, കത്തിയുണ്ട്, മൃഗം എവിടെ? ദൈവം തരുവടാ. ഗോഡ് വിൽ പ്രൊവൈഡ്. ലെറ്റ് us go. അങ്ങനെ മകനെയും കൂട്ടി മേളിൽ ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അബ്രാഹത്തിന്റെ വിശ്വാസത്തിന്റെ പ്രത്യേകത എന്താ? ആ മകനെ കുറിച്ച് ദൈവം വലിയൊരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. ഇവനിലൂടെ ലോകത്തെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ആ വാഗ്ദാനം നിലനിൽക്കെ ദൈവത്തിൻ്റെ ഹിതത്തിന് മുമ്പിൽ തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും, അവൻ്റെ സമ്പത്താണ്, അബ്രാഹത്തിന് സമ്പത്താണ് ഇസഹാക്ക്. സമ്പത്ത് വേറെ സമ്പത്ത് മാത്രമല്ല, അബ്രാഹത്തിന്റെ എല്ലാമായിരുന്നു അവൻ. മാത്രമല്ല ഈ മകനിലൂടെ അബ്രാഹം കുറെ സ്വപ്നങ്ങൾ കണ്ടിരുന്നു.
കുറെ പദ്ധതികൾ. എന്ത് പദ്ധതി? അബ്രാഹാം ഉണ്ടാക്കിയ പദ്ധതിയല്ല, ദൈവം പറഞ്ഞു കൊടുത്ത പദ്ധതി. ഇവനിലൂടെ ലോകത്തിലെ ജനതകൾ അനുഗ്രഹിക്കപ്പെടുന്നതാണ്. അപ്പൊ ഇങ്ങനെ തൻ്റെ മകനിലൂടെയുള്ള വാഗ്ദാനങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞ പദ്ധതികൾ. നമ്മുടെ സമ്പത്ത്, നമ്മുടെ കഴിവുകൾ, നമ്മളിതെല്ലാം വെച്ചിട്ട് ഇത് വെച്ച് കുറെ പദ്ധതികൾ വിഭാവനം ചെയ്തു വെച്ചിട്ടുണ്ട്. ആ പദ്ധതികളും സംവിധാനങ്ങളും നമ്മൾ അവിടെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ എന്തൊക്കെയോ അവിടെ ഇവിടെയൊക്കെ കൊടുക്കുകയാണ്. എൻ്റെ കഴിവ്, ഞാൻ കുറച്ച് പാട്ട് പാടുന്നു, ഞാൻ കുറച്ച് ഗിറ്റാർ വായിക്കുന്നു, ഞാൻ കുറച്ച് ചണ്ട കൊട്ടുന്നു. ആർക്ക് വേണ്ടി? ദൈവത്തിന് വേണ്ടി. ഇതുപോലെ തന്നെ എൻ്റെ കുറച്ച് സമ്പത്ത് ഞാൻ കൊടുക്കുക. എങ്ങനെ കൊടുക്കുന്നു? എൻ്റെ എല്ലാ സമ്പത്ത് കൊണ്ടും എൻ്റെ കഴിവ് കൊണ്ടും എനിക്ക് ദൈവം തന്ന ബുദ്ധി കൊണ്ടും ഞാൻ വിഭാവനം ചെയ്തിരിക്കുന്ന എല്ലാ പദ്ധതികളും പ്ലാനുകളും അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഞാൻ നടത്തുന്ന ഈ പരിപാടിക്ക് പറയുന്ന പേരാണ് സംഭാവന. ആ സംഭാവന സ്വർഗത്തിന് സ്വീകാര്യമല്ല. സ്വർഗം അന്വേഷിക്കുന്നത് നിക്ഷേപമാണ്. ആ വിധവ തനിക്കുണ്ടായിരുന്നത് മുഴുവനും കൊടുത്തോളൂ. ഇങ്ങനെ കൊടുക്കാനാണ് വിശ്വാസം വേണ്ടത്. അല്ലാതെ 10% കൊടുത്തിട്ട് എനിക്ക് ദൈവത്തിൻ്റെ വചനപ്രകാരം 7 ഇരട്ടി 100 ഇരട്ടി കിട്ടുമെന്ന് പറഞ്ഞ് കൊടുക്കുന്നതിന് വിശ്വാസമല്ല. അത് ഗീതയിൽ പറയുന്നുണ്ട്, അത് ഖുറാനിൽ പറയുന്നുണ്ട്, അത് രാമായണത്തിൽ പറയുന്നുണ്ട്, അത് സിഖുകാരുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിനല്ല നിനക്ക് വിശ്വാസം വേണ്ട. അത് ലോകത്തിലെല്ലാ മതപുസ്തകങ്ങൾ പറഞ്ഞാൽ നിനക്ക് വിശ്വാസം വേണ്ടത് നിനക്കുള്ളത് മുഴുവൻ കൊടുക്കാൻ പറ്റണം. എന്തിനാ നീ കൊടുക്കണത്? അത് ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി കൊടുക്കാൻ പറ്റണം. അത് ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് ഞാൻ കൊടുക്കാൻ സാധിക്കും. അങ്ങനെ ദൈവത്തിന്റെ ഹിതം നിറവേറ്റുന്നതിലുള്ള വലിയ സന്തോഷത്തിൽ നിനക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നിനക്ക് വിശ്വാസം. ഇങ്ങനെ കൊടുക്കുമ്പോഴാണ് നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകുക. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മളൊക്കെ അധ്വാനങ്ങളും നമ്മുടെ പ്രാർത്ഥനകളൊക്കെ എന്താണെന്ന് മനസ്സിലാക്കണം. എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചിട്ട് ദൈവത്തെ കിട്ടുന്ന സ്വർഗത്തിൽ പോകുന്ന വിചാരിക്കരുത്. അതുകൊണ്ട് വലിയ മാറ്റങ്ങളിലേക്ക് വന്നേ മതിയാകൂ. അപ്പം നമ്മുടെ അധ്വാനം, പൗലോസ് പറഞ്ഞതുപോലെ അധ്വാനിക്കണം. എന്തിനു വേണ്ടി? സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവിൻ. എന്തെന്നാൽ തൻ്റെ അഭീഷ്ടമനുസരിച്ച് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ദൈവമാണ്. അപ്പൊ ദൈവത്തിന്റെ ഹിതപ്രകാരം വേണം നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യാം. നമ്മുടെ അനുദിന ജീവിതങ്ങള്, നിന്റെ അധ്വാനം, കുടുംബങ്ങളെ നോക്കുന്നത്, മക്കളെ നോക്കുന്നത്, നമ്മുടെ ഇഷ്ടങ്ങളും താല്പര്യം അനുസരിച്ച് കുറെ ജോലിയും കരിയറും സംവിധാനങ്ങളും രൂപപ്പെടുത്തിയിട്ട് പള്ളിയിൽ കുറച്ച് കൊടുത്തിട്ട് എല്ലാ ദിവസവും പള്ളിയിൽ പോയിട്ട് അല്ലെങ്കിൽ 4 ദിവസം വെള്ളിയാഴ്ച മാംസം കഴിക്കാതിരുന്നിട്ട് നമ്മളാരും സ്വർഗത്തിൽ പോവില്ല. നിന്നെക്കുറിച്ചുള്ള ദൈവഹിതം നീ ജോലി ചെയ്യുന്നതാണോ, അതോ ദൈവം തരുന്ന അത്രയും മക്കളെ വളർത്തുന്നതാണോ? ഡിസേൺ ചെയ്യണം. അങ്ങനെ ദൈവഹിതപ്രകാരം നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെ ക്രമപ്പെടുത്തുമ്പോഴാണ് പ്രിയ സഹോദരങ്ങളെ നിന്റെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടുക. ഈ വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. So let us work hard. ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്. അടുത്ത ആഴ്ച നമ്മൾ ഇതിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുകയാണ്. വിശുദ്ധ റീത്ത പുണ്യമതി ഈ അനുസരണം, ദൈവഹിതം നമ്മുടെയൊക്കെ ശുശ്രൂഷകളിൽ, നമ്മുടെ കമ്മ്യൂണിറ്റികളിൽ, നമ്മുടെയൊക്കെ സഭകളിൽ, നമ്മുടെയൊക്കെ കോൺഗ്രിഗേഷനിലൊക്കെ നമ്മൾ മനസ്സിലാവും. നമ്മൾ ഭയങ്കര പ്രാർത്ഥനക്കാർ, ഭയങ്കര ലോകത്ത് വലിയ വലിയ സൂപ്പർ സ്റ്റാർ, വലിയ വലിയ പ്രവൃത്തി ചെയ്യുന്നവരാ. Are you doing it according to the will and plan of your superior? നിന്റെ മേലധികാരികൾ ഇഷ്ടമായിട്ട് അനുസരിച്ചിട്ടാണ് നീ ചെയ്യുന്നത്. നമുക്ക് സൗകര്യമുള്ള കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കുക എന്നുള്ളതാണ്. നമുക്ക് സൗകര്യമുള്ള കുറെ കാര്യങ്ങൾ ചെയ്തു തീർത്താൽ അത് സ്വർഗത്തിന് സ്വീകാര്യമാക്കപ്പെടത്തില്ല. ഒരിക്കലും വിശുദ്ധ റീത്തയെ പരീക്ഷിക്കുവാൻ വേണ്ടി വിശുദ്ധ റീത്തയുടെ മേലധികാരി ഒരു കാര്യം പറയാം. അനുസരിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ട് കോൺവെന്റിൽ വന്നു കഴിഞ്ഞു. ഒരു ഉണങ്ങി വരണ്ടു പോയ ഒരു മുന്തിരി തണ്ടുണ്ട്. അത് എല്ലാവർക്കും കണ്ടാൽ അറിയാം. അത് ഉണങ്ങി വരണ്ട് വെറും കോലി പോലെ കിടക്കുകയാണ്. ആ മുന്തിരിക്ക് വെള്ളമൊഴിക്കാൻ സുപ്പീരിയർ പറഞ്ഞു. വിശുദ്ധ റീത്ത, ഒബീഡിയൻസ് ടു ദ വിൽ ഓഫ് ഗോഡ്. കാരണം എൻ്റെ സുപ്പീരിയർ പറയുന്നത് ഭൂലോക മണ്ടത്തരമാണ്. പക്ഷെ അത് ആരാ പറയണത്? എൻ്റെ മേലധികാരി പറയണം. ആയതിനാൽ അത് ദൈവത്തിൻ്റെ ഹിതം ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരതിന് വെള്ളമൊഴിച്ചു. മാസങ്ങളോളം വെള്ളമൊഴിച്ചു. എത്ര വെള്ളമൊഴിച്ച് നമുക്കറിയാം. ഇതിനകത്ത് യാതൊരു ഗുണമില്ലെന്നറിയാം. സ്റ്റിൽ ഷീ കണ്ടിന്യൂഡ്. എന്ത് സംഭവിച്ചു? ദൈവത്തിൻ്റെ ഹിതത്തിനുള്ള വിധേയത്വത്തെ പ്രതിയുള്ള അനുസരണം. ഇതിന് പറയുന്നത് നമ്മൾ എന്തിനാ അനുസരിക്കണത്? നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ മേലധികാരികളെ, നമ്മുടെ സുപ്പീരിയേഴ്സിനെ അനുസരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വെറുതെ എന്തായാലും അവർ പറയുന്ന കാര്യങ്ങൾ നല്ലതായതുകൊണ്ടല്ല, അവർ പറയുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്നതുകൊണ്ടല്ല, അവർ പറയുന്ന കാര്യങ്ങൾ നല്ല കാര്യം ആയതുകൊണ്ട് മാത്രമല്ല. അതല്ല. അനുസരണം ദൈവത്തിൻ്റെ ഹിതമാണ്.
അപ്പോൾ ആ ഹിതപ്രകാരം നീ അനുസരിക്കുന്നത് കൊണ്ട് മാത്രമേ നിന്നിൽ ദൈവം പ്രസാദിക്കുകയുള്ളൂ. ഫലം എന്താണ്? ഈ മുന്തിരി തളിർത്തു, അത് കായിട്ടു. ഇന്നും ദൈവത്തിന്റെ കൃപയാൽ കഴിഞ്ഞ വർഷം ആ റീത്തയുടെ കോൺവെന്റിൽ പോകാൻ ഇടയായി. അവിടെ ആ മുന്തിരി ഇന്നും ഫലം കായ്ച്ചുകൊണ്ടിരിക്കുകയാണ്. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഹോളിനെസ്. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഗ്രേസ്. ഇതേപോലെ തന്നെ വിശുദ്ധ റീത്തയുടെ ജീവിതത്തിൽ വേറെ കാര്യം കൂടിയുണ്ട്. വിശുദ്ധ റീത്തയുടെ ഭർത്താവ് ഒരു പ്രഭുവായിരുന്നു. അപ്പോൾ ആ പ്രഭു ഇങ്ങനെ വലിയ ബിസിനസ്സും വ്യാപാരങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു ഗ്യാങ് ലീഡറൊക്കെയായിരുന്നു. അങ്ങനെ മറ്റൊരു ഗ്യാങ് ലീഡറായിട്ടൊക്കെ വഴക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സ്ത്രീയുടെ നിരന്തരമായ പ്രാർത്ഥനയും തപസ്സും വഴി ആ മനുഷ്യൻ മാനസാന്തരപ്പെട്ട് ഈ പാവ വഴികളും ഈ ഗ്യാങ്ങുകളുടെ പരിപാടികളൊക്കെ നിർത്തി അദ്ദേഹം ഒരു സ്വൈര ജീവിതത്തിലേക്ക് വരികയാണ്. അങ്ങനെ ഇരിക്കുന്ന അദ്ദേഹത്തെ ഓപ്പോസിറ്റ് ഗ്യാങ്ങിലുള്ള ആൾ വധിച്ചു. ഭയങ്കര ഷോക്കായി. ഇവർക്ക് 2 മക്കളുണ്ട്, ആൺകുട്ടികളാണ്. ഇവരൊരു തീരുമാനമെടുത്തു. ഞങ്ങളുടെ അപ്പൻ ഈ മാനസാന്തര ജീവിതം നയിച്ച് നന്നായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചപ്പോൾ മറ്റൊരു വധിച്ച പ്രകാരം അയാളെ ഞങ്ങൾ കൊല്ലുമെന്ന് അവർ തീരുമാനിക്കുകയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, മക്കളെ ചെയ്യരുത്, അത് പാപമാണ്, അത് നിങ്ങൾക്ക് നിത്യ രക്ഷ നഷ്ടമാക്കും. അവർ പറഞ്ഞു സാധ്യമല്ല, ഞങ്ങൾ ചെയ്തേ പറ്റൂ, കാരണം ഞങ്ങളുടെ അപ്പനെ കൊന്നവരെ വിടത്തില്ല. പിന്നെ ഈ അമ്മ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ദൈവമേ, ഒന്നുകിൽ നമ്മുടെയൊക്കെ പ്രാർത്ഥന, നമ്മുടെ മക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ വെറുതെ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കരുത് അമ്മമാരെ. നമ്മൾക്ക് ദൈവത്തോട് ചോദിക്കുക, ഞാൻ ഈ പ്രാർത്ഥിച്ച എൻ്റെ മക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നത് ദൈവഹിതമാണോ? ആ വിശുദ്ധ സ്ത്രീ പ്രാർത്ഥിച്ചത് എങ്ങനെയാണ്? ഒന്നുകിൽ നീ അവര് ആ പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് അവരെ മാനസാന്തരപ്പെടണം, അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കണം. ഇനി അവർക്ക് മാനസാന്തരപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ അവർ ആ മാരകപാപം ചെയ്യുന്നതിന് മുമ്പ് അവരെ സ്വർഗത്തിലേക്ക് എടുക്കണം. വാട്ട് എ പ്രയർ! ഇങ്ങനെയൊക്കെ മാതാപിതാക്കൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇതിൻ്റെ പേരാണ് ദൈവവിശ്വാസം. ആ പ്രാർത്ഥന ദൈവം കേട്ടു. ഏത് പ്രാർത്ഥന? 2ാമത്തെ പ്രാർത്ഥന. ആ 2 കുഞ്ഞുങ്ങളും മരിച്ചു, സ്വർഗത്തിൽ പോയി. അതിനുശേഷമാണ് ഈ സ്ത്രീ മഠത്തിൽ ചേരുന്നത്. അങ്ങനെയാണ് വിശുദ്ധ റീത്തയായി. വിശുദ്ധി നമ്മൾ കാണിക്കൂട്ടുന്ന പരിപാടിയൊന്നുമല്ല മക്കളെ. അതുകൊണ്ട് അധ്വാനിക്കണം. നശ്വരമായ അപ്പത്തിനുള്ള അധ്വാനം നിർത്തി നിത്യജീവൻ പ്രാപിക്കാനുള്ള വിശുദ്ധിക്ക് വേണ്ടി അധ്വാനിക്കുക. ദൈവം നിന്നെ സഹായിക്കും. Let us continue this wonderful topic. May God bless you. Amen.